എന്താ പറയാ, പിറ്റേന്ന് തന്നെ നമുക്ക് ലാഭം കിട്ടി വരുമാനം ഉണ്ടാക്കി ലക്ഷങ്ങൾ ആയിട്ട് നമ്മൾ. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാം, പർച്ചേസിങ് കഴിഞ്ഞ് വന്നിട്ട്, പർച്ചേസിങ് പോണ സമയത്ത് ഞാൻ കാണിച്ചിട്ടില്ല. പർച്ചേസിങ് കഴിഞ്ഞ് വന്നിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ പുതിയ കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് കണ്ടു നോക്കാം പുതിയത് എന്തൊക്കെയാണെന്നുള്ളത്. ഇതിൽ ഞാൻ ഇന്ന് ഇട്ടിട്ടുള്ള വീഡിയോയിൽ ഒരു കമന്റ് വന്നു, നെഗറ്റീവ് കമന്റ്. നെഗറ്റീവ് അങ്ങനെ പറയാൻ പറ്റില്ല, ചിലർ അങ്ങനെ പറയുന്നതാണ്. കാലിക്കറ്റിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാലിക്കറ്റ് പോയി ഞാൻ കൊണ്ടുവന്നു, ഒരു ലാഭവും ഇല്ല. എന്നാ ഇട്ടത് ഞാൻ വീഡിയോ? ഇന്നാണ് ഇട്ടത്. ഇന്നത്തെ വീഡിയോക്ക് വന്നിക്കണേ, പോയി കൊണ്ടുവരലും കഴിഞ്ഞ് ലാഭം നോക്കലും കഴിഞ്ഞു. അങ്ങനത്തെ ബിസിനസ് ചെയ്യുന്ന ആളല്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവര് നമ്മളെ വീഡിയോ കാണാൻ താല്പര്യപ്പെടുന്നുണ്ട്, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഡ്യൂറേഷൻ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ എല്ലാവരുടെ കമന്റ് കണ്ടാലും മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മാത്രമായിട്ടാണ് ഈ വീഡിയോ. അത് നെഗറ്റീവ് പറയുന്നവരും പരിഹസിക്കുന്നവരും മറ്റുള്ളവരെ ഡീമോട്ടിവേഷൻ ചെയ്യുന്ന ആൾക്കാർ തൽക്കാലം ഒന്ന് മാറി നിൽക്കുക. കാരണം നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് അറിയാം, പല ഐറ്റംസ് വീഡിയോസ് ഞാൻ ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിന് ഏറ്റവും തൃപ്തികരമായിട്ടുള്ള വീഡിയോസ് ആണ് ബിസിനസിനെ പറ്റിയിട്ട് പറയുന്നതും, അത് മറ്റുള്ളവരെ മോട്ടിവേഷൻ ചെയ്തിട്ട് ആ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നതും, എന്തെങ്കിലും ഒരു 10 രൂപ അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നതുമായിട്ടുള്ള അങ്ങനെയുള്ള ടിപ്സുകൾ പറഞ്ഞു കൊടുക്കുന്നതും സംസാരിക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നതും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കാണാൻ വരുന്ന ആൾക്കാരെ ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ ആക്കി കൊടുത്ത് നെഗറ്റീവ് കമന്റ് ഇട്ടിട്ട് ദയവായി അവരെ ബോറടിപ്പിക്കണ്ട. അപ്പൊ അങ്ങനെയുള്ളവർ മാറി നിൽക്കുക, മറ്റുള്ളവർ കയറി വരാം. അവർക്ക് കാണാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് പോട്ടെ, അങ്ങനത്തെ ഒരു അങ്ങനെ പറഞ്ഞേ നടക്കുള്ളൂ. അപ്പൊ നമ്മള് കുറേ നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊന്നും ഇപ്പൊ മുമ്പ് നമ്മള് തയ്ച്ചു കൊടുത്തിരുന്ന മോഡലാണ്. ഇപ്പൊ 2ാം പ്രാവശ്യം മോഡൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ കണ്ടു നോക്കാം. നല്ല അടിപൊളി പ്രിന്റിലാണ് ഇത്. കണ്ടോ, ഫ്രണ്ടില് ഇങ്ങനെയാണ്. ഇങ്ങനെ ഫ്രണ്ട് പോർഷൻ കണ്ടില്ലേ, അടിപൊളി വർക്കോടുകൂടെ ചെറുതായിട്ട് നല്ല പ്രിന്റും സ്ലീവ് അത്യാവശ്യമൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സൈസാണ് കേട്ടോ. ഇതിന്റെ മോഡല് ബാക്കിയുള്ള കളറുകളൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരുന്നുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ, 4-5 പീസ് ഉണ്ട് കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇതൊന്നും ഓപ്പൺ ചെയ്യുന്നില്ല, ഇങ്ങനെ ഞാൻ കാണിക്കുന്നേ ഉള്ളൂ. ബാക്കി നോക്കാം. ഞാൻ എടുത്തതിന് ശേഷം ലാസ്റ്റ് എടുത്തിട്ടുള്ള പീസാണത്. അപ്പൊ പിന്നെ നമ്മൾ ഡമ്മി കൊണ്ടിരുന്നില്ലേക്കാ, ഡമ്മി നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ട്. കുറെ ഡമ്മി മേടിക്കണം, എന്നിട്ട് നമുക്ക് സൈഡിലൊക്കെ ഇട്ട് കൊടുക്കണം ഇൻഷാ അല്ലാഹ്. അതൊക്കെ അങ്ങനെ ലാഭം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് ആർക്കും കിട്ടൂല കേട്ടോ. നമ്മളൊരു ഷോപ്പ് തുടങ്ങി എന്താ പറയാ, പിറ്റേന്ന് തന്നെ നമുക്ക് ലാഭം കിട്ടി വരുമാനം ഉണ്ടാക്കി ലക്ഷങ്ങൾ ആയിട്ട് നമ്മള് പിന്നെ വലിയ ബംഗ്ലാവും കാറും ഒക്കെ മേടിച്ച് എൻജോയ് ചെയ്യാൻ നടക്കൂല. യൂസഫ് അലിക്കാർക്ക് പോലും പറ്റിയിട്ടില്ല. 36 കൊല്ലത്തോളം അദ്ദേഹം കഷ്ടപ്പെട്ടിട്ട് കുടുംബം പോലും ബന്ധം ഇല്ലാതെ രീതിയിൽ അധ്വാനിച്ച് ജീവിച്ച ആളാണ്. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഇപ്പൊ ഇന്ന് അറിയപ്പെടുന്നത്. അപ്പൊ 36 കൊല്ലം ആലോചിക്കണം. അപ്പൊ പിന്നെ നമ്മൾ ഇന്ന് പോയിട്ട് ഇന്ന് ലാഭം ഉണ്ടാക്കാന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അത്യാവശ്യം അവനവന്റെ ആക്രാന്തവും പാടില്ല. അവനാന്റെ ബിസിനസ് നടന്നു പോവുക, അതിന് ലാഭം കിട്ടി നമ്മളെ കാര്യങ്ങളും നടക്കുക, പ്ലസ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊരു വരുമാനം ചെറുകൂട്ടി വെക്കുക. അതൊക്കെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ പിടിച്ചു വരയ്ക്കാൻ പറ്റില്ലല്ലോ ജനങ്ങളിൽ നിന്ന്. ആ ഒരു മിതമായ ലാഭം മാത്രം നമ്മൾ വാങ്ങും. അപ്പൊ അതിന് എത്ര ലാഭം എടുക്കാന്നും, അതിനെങ്ങനെ നമ്മൾ ടാഗ് ഇടാന്നും, ഈ റെഡിമെയ്ഡിന് എങ്ങനെ ചെയ്യാന്നും, പിന്നെ സ്റ്റിച്ചിങ്ങിന് എത്ര രൂപ നമുക്ക് എടുക്കാന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വിശദമായിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യട്ടോ. അപ്പൊ ഇപ്പൊ തൽക്കാലം ഇത് നമ്മുടെ ഷോളാണ്, അടിച്ചുപൊളി ഷോളാണ്. ഇതൊക്കെ ഞാൻ വിശദമായിട്ട് പിന്നെ വേറെ കാണിച്ചു തരുന്നുണ്ട്. നല്ല ഷോളിന്റെ ഒരു പാക്കറ്റ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒക്കെ പിന്നെ കാണിച്ചു തരുന്നുണ്ട്. ഇതിപ്പോ ജസ്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസ് കാണിക്കാണ്. സൂപ്പർ ഐറ്റംസ് കേട്ടാ. മെറൂൺ കളറില് ഗോൾഡൻ പ്രിന്റില് ഫ്ലവർ ലീഫാണ്. നമ്മളെ എന്താണ് മുന്തിരിന്റെ ലീഫ് അല്ലേ, ഇതിനെന്താ പറയാ, കാണില്ല. അപ്പൊ ഇതിങ്ങനെ പിന്നെതാ, ഇതൊക്കെ മാക്സികളാണ്, റെഡിമെയ്ഡ് മാക്സികളാണ് കേട്ടോ. ഞാൻ നിവർത്തി കാണിക്കുന്നില്ല. എല്ലാ ഐറ്റംസും എടുത്ത് നോക്കുക. അതാ, ഇത് വേറെയാണ്, അത് വേറെ പ്രിന്റാണ്. എല്ലാം നമ്മൾ കൊണ്ടുവരിക കുറേശ്ശെ ആയിട്ട്. അപ്പൊ നമ്മളെ ഏരിയയിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പ്രിന്റാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. അവർ ചോദിക്കണത് ഇതെല്ലാം നമ്മൾ തുറന്നിട്ടില്ല, എടുത്ത് കാണിച്ചിട്ടില്ല. എല്ലാ ഐറ്റംസും ഇത് ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള സംഭവമാണ്. ഇതൊക്കെ ഞാൻ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാണ്ട് പിന്നെ
ഡിസ്പ്ലേ വെക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്ന് കാണിക്കാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിന് ഞാനിപ്പോ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളതിൽ കുറച്ച് പെറ്റിക്കോട്ട് ഉണ്ട് കേട്ടാ. അപ്പൊ ഇത് അണ്ടർസ്കർട്ട് പെറ്റിക്കോട്ട് എന്നും പറയും. അപ്പൊ അപ്പൊ ഇത് ഞാൻ ആകെ 3 എടുത്തിട്ടുള്ളൂ. എന്താ വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് എന്ത് ചെയ്യണം, ഒരു ചേഞ്ച് ആയി കൂടെ കൊണ്ടുവരാം. വേറെ വേറെ മോഡലുകളും വേറെ സംഭവങ്ങൾ നമ്മൾ കയറ്റി കൊണ്ടുവരാം. അപ്പൊ അത് പോകുന്നുണ്ടോ ആൾക്കാർ ചോദിച്ചു വരും. അപ്പൊ അവരെ ആവശ്യത്തിന് തന്നെ 3-4 പീസൊക്കെ എക്സ്ട്രാ കൊണ്ടുവന്നിട്ട് അത് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ കൂടെ പിന്നെ നമുക്ക് കൊണ്ടുവരാം. ഇത് പിന്നെ അടിച്ച് പൊള്ളി നല്ല ചെറിയ പ്രിന്റ് കണ്ട ഫ്ലവർ നല്ല രസമുള്ള കേട്ടോ. എങ്ങനെ നിങ്ങൾ അതിൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല നല്ല രസമുള്ള കോട്ടൺ കേട്ടോ. ഇത് ഞാൻ നിവർത്തി കാണിച്ചു തരുന്നുണ്ട്. അല്ല പിന്നെ കാണിച്ച പോരെ. പിന്നെ ബിറ്റുകളാണ് കേട്ടോ. അപ്പൊ ഞാൻ റെഡിമെയ്ഡ് ഇത്രയും കാണിച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് ബിറ്റ് തുണികളാണ്. ഇതൊക്കെ നമുക്ക് 2 പീസ് ടോപ്പ്, കോഡ് സെറ്റ് ഇതൊക്കെ ചെയ്യാൻ പറ്റിയ അടിച്ച് പൊളി ബിറ്റുകളാണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത്. ഇപ്പം പുതിയത് ഇതൊക്കെ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള മോഡലുകളാണ്. കണ്ടാളി, നല്ല വലിയ ഫ്ലവറ്, ലീഫ്, ഡിസൈന് അങ്ങനെയുള്ള ഐറ്റംസ്, ചെക്ക്, വലുതും ചെറുതായിട്ടുള്ള ചെക്ക്, ഇതൊക്കെ നമുക്ക് കോഡ് സെറ്റ് കഴിക്കാൻ അടിപൊളിയാണ്. ബോർഡർ ആയിട്ട് വരും. ഇതെന്താ ചെറിയ ഫ്ലവറ്. പിന്നെ ഇത് നല്ല സൂപ്പർ ഡിസൈൻ അല്ല ലീഫിന്റെ, അത് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതാ ഈ ഫ്ലവർ തന്നെ കളർ ചേഞ്ച് ആണത്. ഇത് ഒരു വേറെ പ്രിന്റാണ്. പിന്നെ ഇതിൽ തന്നെ നമ്മൾ കുറേ കളർ എടുത്തിട്ടുണ്ട്. കണ്ടാ ഈ പ്രിന്റിൽ കുറെ കളേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ബിറ്റുകളാണ്. ഇതൊക്കെ നമ്മള് തുറന്ന് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത്. ബാക്കിയൊക്കെ പിന്നെ നല്ല രീതിയിൽ കാണിക്കാം. പിന്നെ നമ്മളെ പർച്ചേസിങ്ങിന്റെ സംഭവം കണ്ടാ അടിപൊളി ഡിസൈൻ അല്ലേ. അതിൽ ഇത് ഫ്ലവറാണ്, വലിയ ഫ്ലവർ. ഇത് നമുക്ക് ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട് ഞങ്ങൾ ഇന്നിപ്പോ രാത്രി ഇരുന്ന് ഞങ്ങൾക്ക് ഇതിന്റെ പ്രൈസ് ഇടേണ്ട പണിയാണ്. ടാഗ് കൊടുക്കണം. ഇത് അപ്പൊ ഇത്രയാണ് ഞങ്ങൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള സംഭവം. അപ്പൊ നമ്മളിത് എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്തെന്നും എങ്ങനെ ലാഭം ഒക്കെ ഇതാക്കാമെന്നും ഇതിൽ എത്ര നമ്മള് പ്ലസ് ചെയ്തിട്ട് നമ്മൾക്ക് കൂട്ടിയിടാമെന്നും ഒക്കെ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ഇപ്പൊ സാധനം മേടിക്കുമ്പോൾ നമ്മൾ ഒന്നിച്ചിട്ടാണ് കടക്കാർക്ക് പൈസ കൊടുക്കുന്നത് അല്ലെ. ഇത് നമ്മളെ കയ്യിൽ തിരിച്ചു വരണമെങ്കിൽ എത്ര ടൈം പിടിക്കും? ചിലപ്പോൾ മാസങ്ങളാവും, ചിലപ്പോൾ ദിവസങ്ങളാവും. വേഗം വിട്ടു പോകുന്നില്ല, ആരും അങ്ങനെ വാങ്ങൂല്ല. അപ്പൊ സാവധാനേ പോവുള്ളൂ. അപ്പൊ അതിനുള്ള ലാഭം നമ്മൾ മുതൽ മുടക്കിയതിനുള്ള ലാഭം നമ്മളിത് ഇവിടെ ഷോപ്പിൽ കാണിക്കുന്നതിനുള്ളത് ഒക്കെ നമുക്ക് അതിന്റെ റിസ്ക് നമുക്കുണ്ടല്ലോ. പോയി കൊണ്ടുവരുന്നതിന്റെ റിസ്ക് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതെല്ലാം നമ്മൾ ഇതിന് എടുത്തിട്ട് വേണ്ട നമുക്ക് നോക്കാൻ. അപ്പൊ എന്തായാലും വീഡിയോ നീട്ടി കൊണ്ടുപോകുന്നില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതിന്റെയൊക്കെ പ്രൈസ് ടാഗ് എങ്ങനെ ഇടുന്നതും ഇതിൽ എത്ര ലാഭം കിട്ടും എന്താവും എന്നൊക്കെ എല്ലാം വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ. വീഡിയോ നീണ്ടു പോയിട്ടുള്ള സോറി. അപ്പൊ ഇനി നെഗറ്റീവ് കമന്റ് ഇടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ താല്പര്യമില്ലെങ്കിൽ കാണണ്ട. ഓക്കെ, അത്രേ പറയാനുള്ളൂ. ഇത് രാത്രി സമയമാണ്. ഞങ്ങളിപ്പോ 10 മണിയാവും, ചിലപ്പോൾ 9 മണിയാവും. അങ്ങനെയാണ് ഞങ്ങൾ കട അടച്ചു പോണത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് രാത്രിയിലാണ് ആൾക്കാർ പുറത്തിറങ്ങുന്നത്, ഫാമിലിയൊക്കെ. അപ്പൊ ഇവിടെ നല്ല റെസ്റ്റോറന്റും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ ആൾക്കാരൊക്കെ വരും. അപ്പൊ അവര് നമ്മളെ കടലിൽ ലൈറ്റും കാണും, നമ്മളെയും കാണുമ്പോൾ ലേഡീസിനൊക്കെ കാണുമ്പോൾ കയറും. അപ്പൊ അവര് നമ്മളോട് എൻക്വയറി ചെയ്യും. അപ്പൊ നമ്മൾ കാണിച്ചു കൊടുക്കും. അപ്പൊ എന്തായാലും ഒരു കസ്റ്റമറെങ്കിലും നല്ല നമുക്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ റിസ്ക് എടുത്തെങ്കിലും നമുക്ക് കിട്ടുള്ളൂ അല്ലെ. അപ്പൊ അതൊക്കെ തന്നെയാണ് സംഭവം. അല്ലാതെ ഒരു കാര്യം ലാഭം കിട്ടൂല കേട്ടോ. ലാഭം എന്ന് പറഞ്ഞ സംഭവം ഇങ്ങനെ കഴിഞ്ഞ ഒറ്റ വരുന്നല്ല. നമ്മൾ റിസ്ക് എടുക്കണം, അപ്പൊ തന്നെ കിട്ടുള്ളൂ. അപ്പൊ ഓക്കെ, അസ്സലാമു അലൈക്കും. വേറെ വീഡിയോസുമായി കാണാം.